നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാഘവേട്ടനെ ഞാൻ സാവകാശം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ പറയുന്നത് രാഘവേട്ടന്റെ ചിന്തകൾ ഇപ്പോഴും ആ പഴയ കാളവണ്ടി യുഗത്തിൽ തന്നെയാ. അതുകൊണ്ടാ നല്ല കാര്യങ്ങൾക്കൊക്കെ എതിര് നിൽക്കുന്നത്. നിനക്കെന്താടി എടുത്തു തന്നാ? രമേശ് വെറുതെ വഴക്കിന് വരരുതേ. അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ കുടുങ്ങുമല്ലേ? അച്ഛൻ വരാഞ്ഞിട്ടാണോ അതോ നിനക്ക് അച്ഛനില്ലേ? അല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് പൊക്കേടാ അവിടുന്ന്. ഇവൾക്ക് അച്ഛനൊക്കെ ഉണ്ട്, നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലേ? ഇനി അടിക്കാൻ വന്ന തിരിച്ചു തല്ലിക്കോളാൻ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ വാടാ തല്ല. പോട്ടെ പപ്പി, വഴക്കുണ്ടാക്കണ്ട. നീ ഒന്ന് പോയടാ. നീ ആരെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നേ? എന്താ എന്താ ഇവിടെ? എന്താ വഴക്കിടാനുള്ള പുറപ്പാടാണോ? ഒന്നുമില്ല ടീച്ചറെ, ഞങ്ങളിനി വഴക്കിടില്ല. വെരി ഗുഡ്. പിന്നെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഈ വർഷത്തെ നാഷണൽ ടാലന്റ് അവാർഡിന് ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ 4 പേര് സെലക്ട് ആയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിലെ നിങ്ങളുടെ പെർഫോമൻസ് ആണ് അതിന് ഗുണമായത്. അതിന് സ്കൂളിന്റെ വക ഒരു അവാർഡും ഒരു പ്രശസ്തി പത്രവും ഒക്കെ ഉണ്ട്. പേരൻസിനെ വിളിച്ചോണ്ട് വന്ന് വേണം അത് വാങ്ങിക്കാൻ. ഇന്ന് തന്നെ എല്ലാവരും വീട്ടിൽ ചെന്ന് പേരൻസിനോട് ഇത് പറയണം. ഇവിടെ വരണമെന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നും. കേട്ടല്ലേ പറഞ്ഞത്? ഇനി അറിഞ്ഞില്ല എന്ന് പറയരുത്. അതാ എടുത്തെടുത്ത് പറയുന്നത്. പറഞ്ഞോളാം ടീച്ചറെ. രമേശേ, തല്ല് പിടിക്കാതെ നിന്ന് കളിച്ചോണം. മുമ്പത്തെ അനുഭവം ഉള്ളത് കൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഇല്ല ടീച്ചർ, ഞങ്ങളിനി വഴക്കിടില്ല. ശരി ശരി. അതെ, പറഞ്ഞു കേട്ടല്ലോ, പേരൻസിനെയും കൊണ്ട് വരണോന്ന്. ഞാൻ എന്റെ അച്ഛനെയും കൊണ്ടേ വരൂ. ഞാനും എന്റെ അച്ഛനെയും കൊണ്ടേ വരൂ. വെറുതെ പുളു അടിക്കല്ലേ. സത്യം പറ, നിനക്ക് അങ്ങനെ ഒരാളുണ്ടോ? ഒന്നറിയാനാ, പറ, ഉണ്ടോ? ഉണ്ട്. അവാർഡ് വാങ്ങിക്കാൻ അച്ഛനെ കൊണ്ട് വരികയും ചെയ്യും. നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി കാണിക്കുകയും ചെയ്യും. നമുക്ക് കാണാം. ആ കാണാം. എന്തിനാ സത്യം ഇനി അങ്ങനെയൊക്കെ വെല്ലുവിളിക്കാൻ പോയത്? പിന്നെ അച്ഛനെ കൊണ്ടുവരണ്ടേ? ഞാൻ അച്ഛനെ കൊണ്ടുവരുമെന്ന് ഏറ്റു കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ കൊണ്ടുവന്നിരിക്കും പപ്പി. നോക്കിക്കോ. എന്റെ അവാർഡ് വാങ്ങിക്കാൻ എന്റെ അച്ഛൻ തന്നെ വരും, ഉറപ്പാ. സത്യ വാശിയിലാണല്ലോ. സത്യ അച്ഛനാണെന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഞാനാണെന്ന് പറയാനും പറ്റില്ലല്ലോ. ഞാനുമായി സംസാരിക്കുന്നോണ്ടാ സത്യ ഇത്ര ഉറപ്പ് പറയുന്നത്. ഇതാകെ കൊഴയുമല്ലോ കൃഷ്ണ. പപ്പി എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അപ്പോ കാര്യങ്ങളെല്ലാം എളുപ്പമാ. ഭരണപക്ഷത്തിന്റെ ഉറപ്പാ കിട്ടിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ തടസ്സങ്ങളൊന്നും ഇനി മുന്നിലില്ല. തടസ്സം വന്നിരിക്കുന്നത് അതിലൊന്നുമല്ല. ഗവൺമെന്റ് നമുക്ക് തടിവെട്ടാനായി സ്ഥലം അനുവദിച്ചു തരുമ്പോ ഈടായിട്ട് നമ്മൾ പ്രോപ്പർട്ടി എന്തെങ്കിലും കൊടുക്കണം. അതിപ്പോ ഉപേന്ദ്രന്റെ സ്വത്തുക്കളെല്ലാം മലേഷ്യയിലായതുകൊണ്ട് അത് ഇങ്ങോട്ട് മാറ്റാനായി കാലതാമസം ഉണ്ടാവുമെന്ന്. രോഹിത്തിനെ പാർട്ട്ണറാക്കിക്കൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ഈടായി നൽകാനാ ദാസു പറയുന്നത്. രാഘവേട്ടനോട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടാ ഉപേന്ദ്രനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. രാഘവേട്ട, എന്താ വേണ്ടത്? എന്താ അഭിപ്രായം? മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ദാസർ ഉറപ്പ് തന്നിട്ടുണ്ട്. വനമേഖല പതിച്ചു തരുന്നതിന് പകരമായിട്ട് ഒരുറപ്പിന് നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കരാറിന്റെ കാലാവധി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചു തരികയും ചെയ്യും. മന്ത്രി ഇടപെട്ടതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും. രാഘവേട്ടനൊന്നും പറഞ്ഞില്ല. തിരക്ക് പിടിക്കണ്ട.
ഇതൊക്കെ ഒന്ന് സാവകാശം ആലോചിച്ച് ചെയ്താൽ മതി. നമ്മളിപ്പം താമസിക്കുന്ന കിടപ്പാടം പണയപ്പെടുത്തിയുള്ള ബിസിനസ് അല്ലേ? നല്ലോണം ഒന്ന് ആലോചിക്കണം. അയ്യോ, പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിലേ ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടില്ല ഏട്ടാ. അല്ല, അതെ, ഗവൺമെന്റ് നമ്മുടെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കില്ല. അവര് കരാർ മറിക്കും. മന്ത്രി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇത് നമുക്കായി മാറ്റി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ തീരുമാനം പറയാൻ വൈകിയാൽ സ്വാഭാവികമായും അവർ വേറെ വഴി നോക്കും. ഉപേന്ദ്ര, കാര്യങ്ങൾ ഉറപ്പായ ശേഷം നമ്മൾ പ്രോപ്പർട്ടി ഈടായി നൽകാമെന്ന് പറഞ്ഞ് അവർ സമ്മതിക്കോ? അല്ല, അപ്പോഴേക്ക് നമുക്ക് കുറച്ച് സാവകാശം കിട്ടുമല്ലോ. അതിനാണല്ലോ മന്ത്രി ഇടപെട്ടത്. ഭരിക്കുന്ന മന്ത്രി കൂടെ ഉള്ളപ്പോ അതിനേക്കാൾ വലിയ ഉറപ്പ് വേറെന്താ വേണ്ടത്? ഇവിടെ ഒരു ബിസിനസ് യോഗമില്ലെന്ന് ഞാൻ കരുതേണ്ടി വരുമോ ഏട്ടാ? എന്റെ കാര്യം പോട്ടെ, ദേ ഈ നിൽക്കുന്ന രോഹിത് തന്നെ എന്നേക്കാൾ വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇതിപ്പോ ഏട്ടൻ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുമോ ഏട്ടത്തി? അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. ഇക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ സമ്മതം. രാഘവേട്ടനെ ഞാൻ സാവകാശം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ പറയുന്നത് രാഘവേട്ടന്റെ ചിന്തകൾ ഇപ്പോഴും ആ പഴയ കാളവണ്ടി യുഗത്തിൽ തന്നെയാ. അതുകൊണ്ടാ നല്ല കാര്യങ്ങൾക്കൊക്കെ എതിര് നിൽക്കുന്നത്. ജീവിതത്തിൽ മുന്നും പിന്നും ഒന്നും നോക്കാതെ തീരുമാനം എടുത്തിട്ടുള്ളവർക്ക് ഉന്നതിയുണ്ടായിട്ടുണ്ട്. ഈ പണം എറിഞ്ഞ് തന്നെ പണം കൊയ്യണം, അല്ലാതെ ഭയന്നിരുന്ന ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഉപേന്ദ്ര, കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ ഇങ്ങോട്ട് വിടാം. ഒപ്പിടുന്ന ചടങ്ങ് മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് നോക്കിക്കോളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യാം. രോഹിത്തെ, ഞാൻ വിളിക്കാം. നീ എന്റെ ഒപ്പം 1-2 സ്ഥലത്തേക്ക് വരേണ്ടി വരും. നിന്റെ പേരിലാണല്ലോ കരാർ വെക്കുന്നത്, അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ളതല്ലേ. ഞാൻ വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ. കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. ഞാനിപ്പോ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.